എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ലൈഫിൽ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു വെച്ചൊരു സാധനം അത് ഇന്ന് വാങ്ങിക്കാൻ പറ്റും. അതിനു മുന്നേ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ സാധാരണ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാവരെയും പോലെ തന്നെ നമ്മൾ വീട്ടിൽ ചോദിക്കും, അതിനെ പറ്റുന്ന പോലെ ചിലപ്പം പൈസയൊക്കെ സേവ് ചെയ്ത് അതും കൂടെ കൂട്ടി വെച്ച് രണ്ടുകൾ കമ്പൈൻ ചെയ്ത് നമ്മളൊരു സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ചോദിക്കുന്നതിനകത്തോട്ട് എനിക്ക് ഒരു ചെറിയൊരു മടി തോന്നിയ സമയത്ത് ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് വേണ്ട സാധനം നമുക്ക് വാങ്ങാമല്ലോ. അപ്പം മേ ബി എന്റെ പ്രായം കൂടുന്നതുകൊണ്ടായിരിക്കാം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഇപ്പം ഒരു റീസെന്റ് ഒരു ഹീറോ 9 എടുത്തായിരുന്നു. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് വളരെ ചുരുക്കം പേർക്ക് അറിയാം ഞാൻ ഒരു iPhone 12 Pro Max എടുത്തായിരുന്നു. ഇത് രണ്ടും എടുത്തത് ഞാൻ വീട്ടിൽ ഇതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ തജിക്കിസ്ഥാനിലാണ് പഠിക്കുന്നത്, മെഡിസിൻ 5th ഇയർ ആണ്, ഇപ്പോൾ 5th ഇയർ കയറുന്നു. അപ്പോൾ എനിക്ക് മാസം അയച്ചു തരുന്ന കുറച്ച് പൈസ ഉണ്ട്, ഒരുപാട് പൈസ ഒന്നും ഇല്ല, ആവശ്യത്തിനുള്ള പൈസ. അതിനകത്തുനിന്ന് കുറച്ച് സേവ് ചെയ്തായിരുന്നു. ഞാൻ ഐഫോൺ എടുത്തത് കഴിഞ്ഞ ഡിസംബറിലാണ്, ഡിസംബർ 23rd, ആ നാട്ടുവിശ്വാസം 23rd എടുത്തത്. ഒരു 1.5 yearsന്റെ സേവിങ്സ് ആണ് ഞാൻ ഐഫോണിൽ വെച്ചത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പൈസ ഒന്നും ചോദിച്ചിട്ടില്ല, സ്വന്തമായിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ കുറച്ചുകൂടെ മെനക്കിട്ട് കഴിഞ്ഞാൽ ഒരു GoPro എടുക്കാമല്ലോ, ഭയങ്കര ആഗ്രഹമായിരുന്നു GoPro എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു GoPro എടുത്തു. അതിന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇഷ്ടംപോലെ പേര് എടുക്കുന്നുണ്ട്, നമ്മളെടുത്തു, കാര്യം വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ GoPro എടുത്ത് അടുത്തൊരു ടാർഗറ്റ് എന്ന് മനസ്സിൽ വെച്ചിരുന്നൊരു സാധനമുണ്ട്, ഒരു ഗെയിമിംഗ് PC. അതാണ് ഇന്നത്തെ വീഡിയോ. പണ്ട് എന്റെ കൊച്ചിലെ വീട്ടില് മറ്റേ പെട്ടി കമ്പ്യൂട്ടർ അല്ലേ അതുണ്ടായിരുന്നു. ആ പെട്ടി കമ്പ്യൂട്ടറിൽ അന്ന് നീ റോഡ് റാഷ് വർക്ക് ചെയ്യും, വികോപ്റ്റ് വർക്ക് ചെയ്യും, അങ്ങനത്തെ കുറച്ച് മോട്ടോർ കോമ്പാക്ട് ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് GTA വരുന്നു, GTA Vice City ആയിട്ട് വരുന്നു. GTA Vice City വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രീ റോമിംഗ് ഗെയിമാണ്, വീഡിയോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, വലിയ ഗെയിം ആയിരുന്നു അന്നത്തെ. അപ്പം ആ സമയത്ത് ഈ പെട്ടി കമ്പ്യൂട്ടറിൽ GTA വർക്ക് ചെയ്യത്തില്ല Vice City. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച് ചെയ്തിട്ട് ഒന്നും നടന്നില്ല. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ലാപ്ടോപ്പ് എടുത്ത് പപ്പ എടുത്തതാണ്. അപ്പൊ അന്ന് നമുക്ക് ലാപ്ടോപ്പിന്റെ സ്പെസിഫിക്കേഷൻ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല, ഇപ്പോഴും അറിയത്തില്ല, ബിഗിനറാണ് ലാപ്ടോപ്പിന്റെ കാര്യത്തിലേക്ക്. അപ്പം അങ്ങനെ ആ ലാപ്ടോപ്പ് എടുത്ത സമയത്ത് Vice City അതിൽ വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ലോ ക്വാളിറ്റി ആണ്. അത് കഴിഞ്ഞ് GTA 3 ഇറങ്ങി, അത് വർക്ക് ചെയ്തു. അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് സാൻ ആൻഡ്രിയാസ് വരുന്നത്. സാൻ ആൻഡ്രിയാസ് എന്ന് കഴിഞ്ഞപ്പം കുറെ കൂടെ വേറൊരു ലെവലിൽ ഗെയിമാണത്. ആ സമയത്ത് അത് കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പറയാൻ പറ്റത്തില്ല അടുത്ത ലാപ്പ് വേണം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ നാൾ വെയിറ്റ് ചെയ്ത് വേറൊരു ലാപ്പ് എടുത്തു. ആ ലാപ്പിനകത്ത് കുറച്ചും കൂടെ സ്പെക്ക് കൂടിയൊരു ലാപ്പായിരുന്നു. അന്നത്തെ വിലയൊന്നും എനിക്കറിയില്ല കേട്ടോ, അതും പപ്പയുടേതാണ്. അപ്പൊ അതിനകത്ത് സാൻ ആൻഡ്രിയാസ് ലോ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നീഡ് ഫോർ സ്പീഡിന്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. ഞാൻ ഇതുവരെയുള്ള എല്ലാ ഗെയിംസും കളിച്ച് തീർത്തിട്ടുണ്ട്. റീസെന്റ് ഹീറ്റ് ആണോ റണ്ണാണോ എന്നല്ല, അത് രണ്ടും തീർന്നു. അപ്പൊ അതും ഇതുപോലെ ലോ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇന്നത്തെ നമ്മളിപ്പം PC ബിൽഡ് ചെയ്യണമെന്ന് മനസ്സിലൊരു ആഗ്രഹം. പണ്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫ്രെയിം റേറ്റ് ഭയങ്കര കൂടുതൽ ഗെയിം ആയതുകൊണ്ട് ഭയങ്കര ലാഗ് ആയിരുന്നു. ഇന്ന് നമുക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങ് കളിക്കുക. അപ്പൊ അങ്ങനെ PC ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഒരു നല്ലൊരു PC നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2.5 ലക്ഷം രൂപ തൊട്ട് ഒരു 4-5 ഒക്കെ ആയിട്ട് വരും, നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പം നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം വീട്ടിൽ അങ്ങനെ പറയാൻ പറ്റില്ല, ലാപ്ടോപ്പിന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് ഇത്രയും വിലയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു 4.5 years ആയ ഒരു ലാപ്ടോപ്പാണ്. ഈസറിന്റെ ഒരു E5-575G എന്ന് പറയുന്ന മോഡലായിരുന്നു. അത് അന്ന് എടുത്ത സമയത്ത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലാപ്പ്. അതൊരു ബിഗ് ബില്യൺ സെയിലാണ് ഞാൻ എടുത്തത്, ബിഫോർ 4 years. അപ്പോൾ അന്ന് 42 എന്തായിരുന്നു അതിന്റെ റേറ്റ്. അത് ഓഫറിൽ ഒരു 32 ആണോ 39 അങ്ങനെ എന്തോ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അന്നത് ബാങ്ക് ഫോർ ദ ബക്ക് ആയിരുന്നു. കാരണം i5 പ്രോസസർ, പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ഗ്രാഫിക്സ് കാർഡ് 2GB, NVIDIAയുടെ 940MX ആയിരുന്നു. SSD ഒന്നുമില്ല, ഹാർഡ് ഡിസ്ക് 1TB ആയിട്ടുള്ള ലാപ്ടോപ്പ്. അപ്പൊ അങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ചു, കുറച്ച് നീഡ് ഫോർ സ്പീഡ്സും അതുപോലെ GTA ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആഗ്രഹം വന്നതെന്ന് വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ അത്യാവശ്യം ഫുഡിന്റെ ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഫ്രീക്വന്റ്ലി ഇടാറുണ്ട്. കാരണം ഞാൻ ബേസിക്കലി ഒരു ഫുഡിയാണ്. അപ്പോ ആ സമയത്ത് ഞാൻ പലരും ചോദിക്കായിരുന്നു, നിനക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നീ കഴിച്ചാൽ പോയെ, എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഞങ്ങളെയും കൂടെ ഇതാക്കുന്നതെന്ന്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാനൊരു സംഭവം കഴിഞ്ഞാൽ അത് അങ്ങനെ ഷോ ഓഫ് ചെയ്യുന്നല്ല, അത് പറ്റുന്നവർക്ക് ഷെയർ ചെയ്യണം, അവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചെയ്യുന്നത്.
നാട്ടിലായിരുന്നപ്പോഴും നന്നായിട്ട് ഫുഡ് കഴിക്കും, ഇങ്ങനെ ചെയ്യാറുണ്ട്, ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ തജിക്കിസ്ഥാനിൽ ചെന്നു. ഞാനിപ്പോൾ തജിക്കിസ്ഥാനിലാണ് പഠിക്കുന്നത്, അറിയാലോ. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, തജിക്കിസ്ഥാനിലാണ് മെഡിസിൻ 5th ഇയർ ആണ് പഠിക്കുന്നത്. അപ്പോൾ തജിക്കിസ്ഥാനിൽ ചെന്നപ്പോഴും നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫേവറേറ്റ് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പൊറോട്ട, ബീഫ്, ആ സംഭവമാണല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ചെന്നപ്പം എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഇതാണ്. ടർക്കിഷ് ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം കുറെ ഫുഡും കൾച്ചറൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന സമയത്ത് അവിടുത്തെ കഫേസ് എല്ലാം ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ കഫേസും ഞാൻ പോയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കഫേസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെന്നപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന കൊളീഗ്സും അതുപോലെ തന്നെ ബാച്ച്മേറ്റ്സ്, പിന്നെ ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെ എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫുഡ് ബേസ്ഡ് ഒരു പേജ് തുടങ്ങിക്കൂടാ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഞാൻ എന്തായാലും പോകുന്നുണ്ട്, തുടങ്ങാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രധാന പ്രശ്നം, ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എന്റെ ഓൺ വോയിസ് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് അത് തുടങ്ങാൻ ഒരു ഭയങ്കര മടിയാണ്. പിന്നെ ആലോചിച്ചപ്പം ഒരു കാർ ചാനൽ, എനിക്ക് പണ്ട് തൊട്ടേ, ഞാൻ കൊച്ചിയിലെ കാറിന് ഭയങ്കര ക്രേസ് ആണ്, കൊച്ചുനാൾ തൊട്ടേ. എന്ന് വെച്ചാൽ കാറിന്റെ ഭയങ്കര വലിയ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ പറയില്ല, വെരി ബേസിക് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറെ വണ്ടികളൊക്കെ അവിടെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഒരു കാറിന്റെ ചാനൽ തുടങ്ങിക്കൂടാന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലൈഫ് സ്റ്റൈൽ ചാനൽ ആക്കിയാലോ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഫുഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം, ഓക്കെ, പയ്യെ. അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം പോട്ടെ. ഇന്നത്തെ പ്രധാന വിഷയം, നമ്മളൊരു ലാപ്പ് വാങ്ങിച്ചു. അത് ഏത് ലാപ്പാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഒരു മിനിറ്റ്, അതിന് മുന്നേ നമ്മൾ ഈ ലാപ്പ് വാങ്ങിക്കാൻ പോയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടോ, ഓക്കെ. ഇന്ന് നമ്മൾ ഒരു ലാപ്പ് വാങ്ങിക്കാനായിട്ട് പോവാണ്. ട്രിവാൻഡ്രം ആണ് പോകുന്നത്. എന്തായാലും ലാപ്പ് ഏതാണെന്നും അതിനായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും നമുക്ക് പോകുന്ന വഴി തന്നെ കാണാം. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരനോടുണ്ട്. നമ്മൾ അതുകൊണ്ട് ആദ്യം കൊല്ലത്ത് പോയി അവനെ പിക്ക് ചെയ്യണം. പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും ഡബിൾ മാസ്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുക. കാരണം റോഡിലൊക്കെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ ട്രാഫിക് റൂൾസൊക്കെ പാലിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. വണ്ടിയിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മാസ്ക് ഇട്ട് പോകുന്നതാണ് നല്ലത്. എങ്ങാനും നമ്മളെ വഴി വെച്ച് പിടിച്ചു കഴിഞ്ഞാലേ വെറുതെ 500 1000 നമ്മൾ കൊടുക്കേണ്ടി വരും. നല്ല ഫൈനാണ് ഇപ്പം. അതുപോലെ തന്നെ നല്ല ചെക്കിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കി പോകാൻ ശ്രമിക്കുക. ഹലോ, നീ വലത്തോട്ട് നോക്കണ? ഒരു ഫോർച്യൂണർ ഉണ്ടോ ഇങ്ങോട്ട് വരുന്നേ? ഒരു വെള്ള ഫോർച്യൂണർ. അങ്ങോട്ട് നടക്ക്. അവൻ വന്നിരിക്കുകയാണ് ഗായ്സ്, അവൻ വന്നിരിക്കുകയാണ്. വണ്ടി അങ്ങ് നിറഞ്ഞല്ലോ. ചാനലിടാനാ. ഇവന്റെ പേരാണ് നവീൻ. നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ്. അങ്ങനെ ഒരു ഫ്രണ്ടാണ്. സോ ഇന്ന് അവനെയും കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഇനിയിപ്പോൾ പൂജപ്പുരയാണ് നമ്മുടെ ഷോപ്പിൻ്റെ നെയിം നെക്സ്റ്റ് ജെൻ സിസ്റ്റംസ് എന്നാണ്. ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ ബെസ്റ്റ് പ്രൈസിംഗ് ഉള്ള ഷോപ്പാണ്. ഗെയിമിംഗ് PCസും ലാപ്ടോപ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ എറണാകുളം തൊട്ട് ആലപ്പുഴ, കൊല്ലം അവിടെയുള്ള പല ഷോപ്സിൽ ഞാൻ വിളിച്ച് ചോദിച്ചു. അവരെക്കാട്ടിലും, അത് മാത്രമല്ല ഓൺലൈൻ റേറ്റിനെക്കാട്ടിലും കുറവാണ് ഇവരുടെ റേറ്റ്. ബാങ്ക് ഫോർ ദ ബക്ക് ഡീലാണ് ഇവിടെ. ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന നമ്മുടെ കാസ്ട്രോ ഇല്ലേ, പുള്ളിക്കാരൻ്റെ ഇവിടെ തന്നെയാണ് സിസ്റ്റം വാങ്ങിച്ചേക്കുന്നത്. ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഹാർഡ് ഡിസ്ക്, SSD, പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്, റിഗ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഷോപ്പിനകത്തൊരു വെറൈറ്റി സാധനം ഇരിപ്പുണ്ട്. അതിന് ഓൾമോസ്റ്റ് ഒരു 3 lakhs ഒക്കെ വരുമായിരിക്കും. ഇതുപോലത്തെ PC ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പ്രസിദ്ധേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളി PC ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് പോവുക. ട്രിവാൻഡ്രത്ത് വരെ വന്നിട്ട് നമ്മൾ സംസമിൽ നിന്ന് ഫുഡ് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്തു. വണ്ടിയിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കഴിക്കുകയും അതിൻ്റെ കൂടെ കുറച്ച് ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് സമയം അങ്ങനെ പോയി. എന്തൊക്കെ പറഞ്ഞാലും പഴയ അതേ ടേസ്റ്റ് തന്നെയുണ്ട്. അടിപൊളി ഫുഡാണ്. സംസമിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ലാപ്പൊക്കെ എടുത്ത് നമ്മൾ സന്ധ്യയ്ക്ക് മുന്നേ വീട് പിടിക്കാമെന്ന് വിചാരിച്ചു.
എന്തായാലും നമ്മൾ ലാപ്പ് വാങ്ങാൻ പോകുന്ന വീഡിയോ കണ്ടു. ഇനിയിപ്പോ ഏത് ലാപ്പാ വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം. കാണുന്നത് പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ പേര് കാണുമ്പോൾ തന്നെ അറിയാലോ, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്, പ്രിഡേറ്റർ ആണ്, അപ്പം വെയിറ്റ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിന്റെ പാക്കേജ് നോക്കാം. ഇതാണ് ഏസർ പ്രിഡേറ്ററിന്റെ ബോക്സ് വരുന്നത്. സൈഡില് ഇവിടെ എന്തൊക്കെയാ അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു ഇവിടെ കൊടുത്തേക്കുന്നത്. അല്ല, അതിന്റെ കളറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ എന്തോ ആണ്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം. ഏസർ അതിന്റെ മാനുവലുണ്ട്, അഡാപ്റ്റർ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്തത്, ഇമ്പോർട്ട് ചെയ്ത് എവിടെ നിന്നാണ്, പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ, പിന്നെ എത്ര രൂപയാണ്. ഇത് കണ്ടോ, ഇതാണ് അതിന്റെ പ്രൈസിങ്. MRP കൊടുത്തേക്കുന്നത് ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ് ആണ്. ഇതൊക്കെയാണ് ബോക്സ് വരുന്ന സംഭവം. ഓക്കെ, ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബോക്സ് ആണ്. ഇവിടെ പ്രിഡേറ്ററിന്റെ പേരും ലോഗോയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. രണ്ടുപേരുടെ സഹായം വേണ്ടി വരും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ലാപ്പ് എടുത്ത് പുറത്ത് വെക്കാം. പിന്നെ പാക്കേജിനകത്ത് വരുന്ന എന്തൊക്കെയാ, ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, പിന്നെ ഇത് ചാർജർ ആയിരിക്കണം. നമുക്ക് ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചാർജിങ് ബ്രിക്കാണ്. ചാർജിങ് ബ്രിക്കിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് കാണുമായിരിക്കും. ഇതിന്റെ സ്പെസിഫിക്കേഷനും ഇതിന്റെ എത്ര വാട്ടാണെന്നൊക്കെ ഉള്ള കാര്യം പയ്യെ പറയാം. നമുക്കിതങ്ങ് താഴെ വെച്ചേക്കാം. ഈ ബോക്സും താഴെ വെച്ചേക്കാം. നമുക്ക് കിട്ടിയ ബുക്ക്ലെറ്റ് ഇതാണ്. നിങ്ങൾ നോക്കിയേ, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. അതിൽ ഈ പ്രിഡേറ്ററിന്റെ ഈ ഒരു റൈറ്റിങ്ങും ഈ ലോഗോയും ഗ്ലോസി ബ്ലാക്ക് ആണ്. നല്ലൊരു പ്രീമിയം ഫിനിഷ് ഉണ്ട്. എന്തായാലും നോക്കാം. ഓപ്പൺ ചെയ്യുന്നതേ പ്രിഡേറ്റർ ഹീലിയോസ് 300. ഇതാണ് നമ്മുടെ ലാപ്പിന്റെ പേര് കേട്ടോ. സ്പെക്കും കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ഇതാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തില്ല ഞാൻ. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. പ്ലാനറ്റ് 9GG അതിന്റെ ടീം, പ്രിഡേറ്റർ ടീമിന്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ സെറ്റപ്പ് ഗൈഡ്. അതൊന്നും കാര്യമില്ലല്ലോ, അതുപോലെ അതൊന്നും വച്ചേക്കാം. ഓക്കെ, നമുക്കിതൊന്നും അല്ലല്ലോ കാണണ്ടേ. നമ്മുടെ മെയിൻ സാധനം ഇതും താഴെ വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ സാധനം എത്തിയിട്ടുണ്ട്. അതൊന്ന് മാറ്റിയേക്കാം. ഇത് അടുത്തൊരു ബോക്സ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്. ഇവിടെ ഇവിടെയും മാറ്റ് ബ്ലാക്ക് തന്നെയാണ്. നിങ്ങൾ സൈഡിലൂടെ നോക്കുമ്പം ഇതിലൊരു ചേഞ്ച് വരുന്നുണ്ടോ, ഒരു ട്രാൻസിഷൻ, അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒരു സ്റ്റിക്കറാണ്. ഇത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. സീല് നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തതാണ്. താഴെ വെച്ചേക്കാം. പിന്നെ ഇതെന്താ, ഇത് മസ്റ്റ് റീഡ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ്. നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ്. ഇതിലായിരിക്കണം ലാപ്പ് ഇരിക്കുന്നത്. ഓ മോനെ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗങ്ങളൊന്ന് ഇതിൻ്റെ എയർവെൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ അവൻറ്റഡോറിൻ്റെ ഒക്കെ ബാക്ക് ഡിഫ്യൂസറൊക്കെ പോലില്ലേ ഇത്, എനിക്കെന്തോ അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ സാധനം എത്തി. അതും താഴെ വെച്ചേക്കാം, ഇതും താഴെ വെച്ചേക്കാം. സോ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതൊരു മെറ്റാലിക് ഫിനിഷാണ്, ഭയങ്കര നൈസാണ് കേട്ടോ. ഇത് മെറ്റാലിക് ആണ് മേളിൽ.
പിന്നെ ഇവിടെ ഈ ഒരു ലോഗോ ഉണ്ടല്ലോ പ്രെഡേറ്ററിൻ്റെ, ഇത് ഗ്ലോ ചെയ്യും. ഇത് ഗ്ലോ ചെയ്യില്ല, ഇത് ബ്ലൂ പാനലിങ്ങനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ എടുത്ത് കാണിക്കാമേ. സൈഡിൽ നോക്കുവാണെങ്കിൽ USB ഔട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ചാർജിങ് പോർഷൻ ഉണ്ട്, പിന്നെ HDMI ഒരു ഔട്ട് ഉണ്ട്, പിന്നെ USB 3.0 ഒരു ഉണ്ട്, പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, USB ഔട്ട്സ്, ലാൻഡ് ലൈൻ്റെ ഔട്ട്, പിന്നെ എയർവെൻസ് ആണ്, ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എയർവെൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വലിയൊരു എയർവെൻറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ആ ഒരു സോക്കറ്റ് ഇവിടെയാണ് വരുന്നത്, പിൻ കുത്തുന്ന ഇവിടെയാണ്. ഇതൊക്കെയാണ് ഓവറോൾ വരുന്ന. പിന്നെ ഇതിൻ്റെ ബാക്ക് കണ്ടോ, അടിയിൽ ഫുൾ എയർ ഫ്ലോ പോകാനായിട്ട് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന വെൻസ് ആണിത്. കാരണം ഇത്രയും വലിയൊരു സിസ്റ്റം വരുമ്പോൾ അത്രയും ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണല്ലോ, അറിയാം. അപ്പോൾ അതിൽ എയർ അത്രയും ഹീറ്റ് വരുമ്പോൾ എയർ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എയർ വെൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സ് വരുന്നത് അടിയിലാണ്. പിന്നെ ഇവിടെ ഒരു റബ്ബർ പാഡിങ് ഉണ്ട്, ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈസിലി അക്സസിബിൾ ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. കാരണം നോർമൽ നട്ട്സ് ആണ് ഇരിക്കുന്നത്. ഒരു 3, 4, 5, 6, 7, 8, 10 നട്ടിൽ ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും. നമ്മൾ അഡീഷണൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ലാപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സിംഗിൾ ഫിംഗറിൽ നമുക്കിതിങ്ങനെ നോക്കാൻ പറ്റും. അതിനകത്ത് ഒരു ക്ലോത്ത് ഉണ്ട്, ചേക്കാം. സോ ഇതാണ് ലാപ്പിൻ്റെ ആദ്യമുള്ള ഇനിഷ്യൽ ഇംപ്രഷൻസ് എന്ന് പറയത്തില്ലേ, അതിതാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ HD 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ i7 10th Gen RTX ഗ്രാഫിക്സ് കാർഡാണ്. RTXൻ്റെ 3060 ആ ഒരു വേരിയൻ്റ് ആണിത്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ടെർബോയുടെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് പ്രിഡേറ്റർ സെൻസ് എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ DTSൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ കുറച്ച് ലാബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4th Gen എയറോ ബ്ലേഡ്, അത് 3D ടെക്നോളജി വരുന്നൊരു അത്രയും ഒരു അടിപൊളി ഒരു ബ്ലേഡാണ് വരുന്നത്. അത് ഫാൻ കറങ്ങാൻ വേണ്ടിയൊരു സംഭവമാണ്. പിന്നെ വൈഫൈയുടെ ഇത്, പിന്നെ അവൈലബിൾ സ്ലോട്ട്സ് ഉണ്ടാവും. 2 SSD നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഹാർഡ് ഡിസ്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്കാണ് ലാപ്പിലുള്ളത്. അപ്പം ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമുക്ക് ലാപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ. പിന്നെ പ്രിഡേറ്ററിന് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രിഡേറ്ററിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഗെയിമിംഗ് ഓഡിയോ ഞാൻ പറഞ്ഞില്ലേ, DTS-Xൻ്റെ ഗെയിമിംഗ് ഓഡിയോ, അതുപോലെ HDMI പോർട്ട് എല്ലാം ഉണ്ട്. ലാപ്പ് ഒന്ന് പവർ ഓൺ ചെയ്താലും അതിന് പിന്നെ ട്രാക്ക് പാഡ് കേട്ടോ, ഭയങ്കര നൈസ് ട്രാക്ക് പാഡാണ്. പിന്നെ ഇവിടെ ഒരു പ്രിഡേറ്ററിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ 720 പിക്സൽസിൻ്റെ ഒരു ക്യാമറയുണ്ട്, വെബ് ക്യാം ഉണ്ട്. പിന്നെ മൈക്ക് ഇവിടെ 3 മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ചാർജ് ചെയ്യുമ്പോൾ ഇത് ലൈറ്റ് ആവും, ലാപ്പ് ഓൺ ആക്കുമ്പോൾ ഇത് ഓൺ ആവും, അങ്ങനെയാണ്. ഇതൊക്കെയാണ് പുറമേ ഉള്ളൊരു ഇംപ്രഷൻസ്. പിന്നെ അതെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്, ഒരു ഡീറ്റെയിൽ ആണ്. പിന്നെ നമ്മുടെ ട്രാക്ക് പാഡിന് ചുറ്റുമുണ്ട് ഒരു ക്രോം ഫിനിഷ്. ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് പവർ ബട്ടൺ. വെട്ടത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, രാത്രിയിൽ ഒരു വിഷ്വൽ ഞാൻ ഇടാം. ഈ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ എത്ര തവണ നമ്മൾ ചെയ്താലും നമുക്ക് ബോറടിക്കില്ല, ഭയങ്കര നൈസാണ്. ഓക്കെ, ഇതാണ് ലാപ്പിൻ്റെ ഇന്റർഫേസ്. തുടങ്ങുമ്പോൾ ഇപ്പം ഇരുട്ടായതുകൊണ്ട് എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൻറ്റി റിഫ്ലക്ഷൻ ഉള്ളൊരു സ്ക്രീനാണ്. നിങ്ങൾ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ കാണാം. മിനിമം ആപ്സ്, അത്യാവശ്യം വേണ്ട ആപ്സ് മാത്രമേ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൂ. പ്രീമിയർ പ്രോ ചെയ്തിട്ടുണ്ട്, അഡോബ് ഓഡിഷൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എനി ടൈം ഫീൽ ഫ്രീ ടു മെസ്സേജ്. നമ്പറുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പെക്സ് കാണിക്കുവാണെങ്കിൽ ഇതാണ് ഇപ്പം അറ്റ് പ്രസന്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ ആപ്പിൽ വരുന്ന സ്പെക്സ്. കണ്ടോ, ഇന്റലിന്റെ i7 ആണ്, 10th ജനറേഷൻ. പിന്നെ 16 GB റാം ആണ് വരുന്നത്, 32 GB അപ്ഗ്രേഡബിൾ ആണ്.
64 ബിറ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് 10 ഒറിജിനലാണ് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ മിനിമലാണ്. 1 TB ഹാർഡ് ഡിസ്കും ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറഞ്ഞല്ലോ, GeForceന്റെ RTX 3060 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സർ, ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഇതൊക്കെയാണ് ലാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കൊരു ഇത്രയും വിലയുള്ളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. മറ്റേ ലാപ്പിൽ നിന്ന് ഇതിനകത്തോട്ട് വരുമ്പോൾ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കുറേ പറയാം. സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ വീഡിയോയിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ RGB ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതുണ്ടോ, ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഡിഫറെൻറ്റ് കളേഴ്സ് RGB ലൈറ്റിംഗ് ഉണ്ട്. RGB ലൈറ്റ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ രാത്രി ഒരു വിഷ്വൽ കാണിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് പ്രിഡേറ്റർ സെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ CPU, GPU അതിൻ്റെയൊക്കെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പ്രിഡേറ്റർ സെൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ഈ ബട്ടണിലാണ് നമ്മൾ കൺട്രോൾ. ഇതാണ് പ്രിഡേറ്റർ സെൻസിൻ്റെ ബട്ടൺ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അതിലാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാം. ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ലൈറ്റിങ്, ഇത് കണ്ടോ, ബ്രീത്തിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഓരോരോ പാറ്റേൺ ചേഞ്ച് ആവുന്ന ഓരോരോ സംഭവങ്ങളാണിത്. കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഇപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇപ്പം സ്റ്റാറ്റിക് നമ്മൾ കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു പാനലിൽ 1, 2, 3 4ആയിട്ടാണ് നമ്മുടെ കീബോർഡ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ കാണാൻ പറ്റില്ല, വെട്ടം കൂടുതലാണ്. നമുക്ക് കളേഴ്സ് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ പച്ചയായി. അതുപോലെ ഇത് മൊത്തം പച്ചയാക്കണമെങ്കിൽ നമുക്ക് പച്ചയാക്കാം. അതല്ല ഇത് മഞ്ഞയാക്കി. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓവർ ക്ലോക്കിങ്ങിൻ്റെ GPUവിൻ്റെ ക്ലോക്ക് സ്പീഡ് നമുക്ക് നോക്കാം. കണ്ടോ, നോർമൽ GPU ക്ലോക്ക് സ്പീഡ് ഇതാണ്. പിന്നെ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം നമുക്ക് കസ്റ്റം, നമ്മൾ ഗെയിമൊക്കെ കളിക്കാൻ തന്നെ ഫാൻ സ്പീഡൊക്കെ കൂട്ടിയായിരിക്കും. ഈ ടെർബോ മോഡ് കണ്ടോ, അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിം കളിക്കുമ്പോൾ ഈ ടെർബോ മോഡ് ഓൺ ആക്കിയാൽ മതി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗെയിമിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള രീതിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മോണിറ്ററിങ്, ഗെയിം സിങ്ക്, ആപ്പ് സെൻറ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ലാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് പ്രിഡേറ്ററിന്റെ കൂടെ കിട്ടുന്ന ബാഗ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ലാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. എല്ലാത്തിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം. അക്കൗണ്ടിൽ ലിങ്ക്സ് എല്ലാം കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ ലാപ്പ് വാങ്ങിക്കാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള ഒരാളാണ് ജോബി ചാച്ചൻ. ജോബി ചാച്ചനെ ഞാൻ നിരന്തരം രാത്രിയിലും രാവിലെയും ഇല്ല എല്ലാ സമയത്തും വിളിച്ചാണ് ജോബി ചാച്ചനാണ് എനിക്ക് കട സജസ്റ്റ് ചെയ്ത് തന്നതും ഈ ലാപ്പ് സജസ്റ്റ് ചെയ്ത് തന്നതും. എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാര്യം, മെയിനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് പൈസ കുഞ്ഞു സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഞാൻ നേടിയെടുത്തു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും കുഞ്ഞു സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം 10 രൂപ ആയിക്കോട്ടെ 20 രൂപ ആയിക്കോട്ടെ എത്ര ആയാലും ആ സേവിങ്സ് എടുത്ത് വെച്ച് നല്ലൊരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും 10 രൂപയിലേ ഉള്ളൂ, കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന പറ്റുന്ന പോലത്തെ സേവിങ്സ് എല്ലാം സേവ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ആക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കാര്യം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുക. ഇത് മറ്റുള്ളവർക്ക് മേ ബി ഒരു ഇൻസ്പിറേഷൻ ആയേക്കാം. ചിലപ്പോൾ ഞാൻ അഹങ്കാരം കാണിക്കുന്നതാണ് അങ്ങനെ വിചാരിക്കാം. അതൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഞാനും ചെയ്യുന്നതിന്റെ സോൾ പർപ്പസ് എനിക്കറിയാം. അപ്പോൾ അതിന് ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നതേ ഉള്ളൂ. എനിവേ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സജഷൻസ് തരിക, ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുവരെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇതേ സപ്പോർട്ട് തന്നെ ഇനിയും അങ്ങോട്ടുള്ള ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സോ അതുവരേക്കും ശുഭഭംഗി. സൈനിങ് ഓഫ്. ബൈ.